ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയുമ്പോൾ അത് സ്കിൻ റിലേറ്റഡ് ആണ്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സ്കിന്ന് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹെയറിലേക്ക് പോകാറുള്ളൂ. അപ്പോൾ സ്കിൻ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസൈഡ് ഔട്ട് ഒരു സൗന്ദര്യമാണ് നമുക്ക് വേണ്ടത്. ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ഉള്ളിൽ നല്ല ഹെൽത്തി ആണെങ്കിൽ നല്ല ഗ്ലോയിങ് സ്കിന്ന് വരുള്ളൂ. അത് നിസ്സംശയം പറയുന്ന കാര്യമാണ്. അത് ഞാൻ ഇതിന് മുന്നേ തന്നെ പറഞ്ഞു. നമ്മുടെ കുറവുകളെല്ലാം നമ്മൾ ഭക്ഷണത്തിലൂടെ പരിഹരിച്ച് കൊണ്ടുപോകണം. അത് മസ്റ്റാണ്. അത് കൂടാണ്ട് നമ്മൾ പുറമേ കൊടുക്കുന്ന ആപ്ലിക്കേഷൻസ്, അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല തിളങ്ങുന്ന സ്കിന്ന്, നല്ല ഗ്ലോയിങ് സ്കിന്ന്, പിന്നെ എന്താ പറയുക, നമുക്ക് ഉള്ള നിറം എന്താണോ ആ നിറം തന്നെ പിഗ്മെൻറ്റഡ് ആയിട്ട് അതിൽ കരുവാളിപ്പൊക്കെ വന്നിട്ട് സൺ ടാനൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കുള്ള നിറം പോലും ഇല്ലാണ്ട് ഒരു എന്താ പറയുക, ഒരു തിളക്കമില്ലാണ്ട് ഭയങ്കര ഡള്ളായി പോകും ചില സമയത്ത്. അതെല്ലാം മാറ്റണ്ടേ? അതൊക്കെ പിന്നെ പ്രായാധിക്യം കൊണ്ടും സ്കിന്ന് ഡള്ളാവും, ഡ്രൈ ആകും. നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ മെനോപോസ് കഴിഞ്ഞ ലേഡീസൊക്കെ ആണെങ്കിൽ 50 വയസ്സിന് മേളിലുള്ളവർ, ചിലപ്പോൾ 45 തന്നെ മെനോപോസ് ആകുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കിന്ന് ഡ്രൈ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ആ ഒരു യൂത്ത്ഫുൾനെസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് സാഗാകും. അത് കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കുറയാണല്ലോ. അപ്പോൾ സ്കിന്ന് സാഗ് ചെയ്യും, സ്കിന്ന് ഫേം അല്ലാണ്ടാകും, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ വരും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ 40+ ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. പക്ഷേ 30+ ആകുമ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി അഥവാ 50 വയസ്സ് കഴിഞ്ഞു നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇനി ചെയ്താലും മതി. അപ്പോൾ ഇതിലെ പ്രധാന കാര്യം ഞാൻ ഇതിന് മുന്നേ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എഗ് വൈറ്റ് നമ്മുടെ മുഖത്ത് പുരട്ടുകയാണെങ്കിൽ നല്ലതായിട്ട് മുഖം, അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ മുഖം വാഷ് ചെയ്താൽ നല്ലതായിട്ട് ഒന്ന് ക്ലെൻസിങ് ആണ്. പോസൊക്കെ നന്നായിട്ട് ഓപ്പണായി ക്ലെൻസായി കിട്ടും. നന്നായിട്ട് നല്ലൊരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫേം ആകും. നല്ല ടൈറ്റാക്കി, ഇങ്ങനെ ടൈറ്റ്നെസ് കൊണ്ട് നമ്മുടെ മുഖം നല്ലതായിട്ട് ടൈറ്റ് ആകും. സാഗ് ചെയ്യാനുള്ള ടെൻഡൻസി പറയും, ഈ തൂങ്ങിപ്പോവില്ല, നല്ല ഫേമായിട്ട് ഇരിക്കും. പക്ഷേ എഗ് വൈറ്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലർക്ക് എഗ് വൈറ്റ് അലർജി ഉണ്ടാക്കും, ചില ആൾക്കാർക്ക്. ചിലർക്ക് പിന്നെ മുട്ട പോലും കഴിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, പ്യുവർ വെജായിട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവർക്കും ബുദ്ധിമുട്ടാകും മുട്ട മുഖത്ത് പുരട്ടുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമാകാത്ത ആൾക്കാരാണ്. എഗ് വൈറ്റ് മുഖത്ത് പുരട്ടിക്കൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആ സ്മെല്ല് സഹിക്കാൻ വയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ചേർന്നിട്ടുള്ളൊരു പരിഹാരമാണ്, ഒരു ഓൾട്ടർനേറ്റീവ് കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ വന്നത്. അതായത് ചിയാ സീഡ് നമ്മുടെ മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എഗ് വൈറ്റിന് പകരം ചിയാ സീഡ് ഒരു എക്സലൻറ്റ് കാര്യമാണ്. നമ്മുടെ ഫേസിലെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും സാഗ് ചെയ്യാതിരിക്കാനും സഹായിക്കും. നല്ല യൂത്ത്ഫുള്ളായിട്ട് നല്ല ചെറുപ്പമുള്ള സ്കിന്നായിട്ട് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ചിയാ സീഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ് ചിയാ സീഡ്. അപ്പോൾ തെറ്റിദ്ധരിക്കരുത്, ബേസിൽ സീഡ്സും ചിയാ സീഡും രണ്ടാണ്. ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ ചെറിയ മുത്തുമണി പോലത്തെ ചെറിയ അരികൾ പോലെ ഇരിക്കും. ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതേസമയം അത് കഴിക്കാനും നല്ലതാണ്, കൺസ്യൂം ചെയ്യാൻ അകത്ത് കഴിച്ചാലും വളരെ നല്ലതാണ്. പക്ഷേ അതേസമയം നമ്മൾ കറുത്ത കഷ്കഷ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ബേസിൽ സീഡാണ്, അതല്ല ഇത്. ദിസ് ഇസ് ചിയാ സീഡ്. ഓക്കെ, ആ ഒരു ഡൗട്ട് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കൊളാജൻ പ്രൊഡക്ഷനെ ത്വരിതപ്പെടുത്താനുള്ള കപ്പാസിറ്റി ചിയാ സീഡിനുണ്ട്. കൊളാജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളാജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. അത് നമ്മുടെ സ്കിന്നിന് സ്ട്രക്ചർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും കൊടുക്കുന്ന കാര്യമാണ് ഈ ഒരു കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പോൾ ഈ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ സ്കിന്നിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് പറഞ്ഞല്ലോ, ഒരു സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും സ്കിന്നിന് കൊടുക്കുക. അതുകൊണ്ട് തന്നെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനും സ്കിന്ന് നല്ല ഫേമായിരിക്കാനും റിങ്കിൾസ് വരാതിരിക്കാനും നല്ല കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് സാധിക്കും. അപ്പോൾ യങ് ആയിരിക്കുന്ന സമയത്ത് കൊളാജൻ പ്രൊഡക്ഷൻ നല്ല രീതിയിലുണ്ടാകും. വളരെ നാച്ചുറലായിട്ട് തന്നെ ഒരു സഹായം ഇല്ലാണ്ട് തന്നെ കൊളാജൻ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും സ്കിന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ചെറുപ്പം ബേബി സ്കിൻ എന്നൊക്കെ പറയില്ല, എന്ത് നല്ല സ്കിന്നാണ്. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് വരും, നാച്ചുറലായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പ്രായമാകുമ്പോൾ ഈ മെനോപോസ് എല്ലാം കഴിയുമ്പോൾ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള ചില കാര്യങ്ങളും ഉള്ളിൽ കഴിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചിയാ സീഡ്, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് അമിനോ ആസിഡ്സ്. അതുപോലെ തന്നെ ധാരാളം റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് എന്ന് ഞാൻ പറഞ്ഞു, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഈ കൊളാജൻ പ്രൊഡക്ഷൻ നല്ലതായിട്ട് കിട്ടുന്നത്. പിന്നെ മൂന്നാമതൊരു കാര്യം ചിയാ സീഡിലുള്ളത് omega-3 ഫാറ്റി ആസിഡ്സ്. അതും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്,
ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അമിനോ ആസിഡ്സ് എല്ലാം കൂടി വരുമ്പോൾ നല്ല കൊളാജൻ പ്രൊഡക്ഷൻ വരും. നമുക്ക് സ്കിന്ന് വളരെ ഫേമായിരിക്കും. ഇലാസ്റ്റിസിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ശരിക്കും നമ്മുടെ ആ ഇലാസ്റ്റിസിറ്റിയുടെ കാര്യത്തിലൊക്കെ നല്ലൊരു ഫേംനെസ് വരും. സാഗിയില്ല, പിന്നെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാകുന്നത് കുറയും. അങ്ങനെ കുറേ കാര്യം. അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തോളൂ. 40+ാണ് ഞാൻ പറയുന്നത്. എന്തായാലും 50 വയസ്സുള്ളവർ കമ്പൽസറി ആയിട്ട് ചെയ്യണം. 45 മുതൽ തുടങ്ങിക്കോളൂ കാര്യം മെനോപോസ് എന്നുള്ളൊരു കാര്യം. പക്ഷേ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ഓൾ ദ മോർ ബെറ്റർ. പക്ഷേ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് നേരത്തെ വേണ്ട. കാര്യം നാച്ചുറലായിട്ടുള്ള കൊളാജൻ പ്രൊഡക്ഷൻ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെല്ലാം ചിയാ സീഡൊക്കെ ഉൾക്കൊള്ളിക്കുക. ഇനി ഈ ഒരു പ്രായത്തിൽ പുറമെ അപ്ലൈ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ചിയാ സീഡ് നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് കഴിക്കുന്ന ഡയറ്റിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അത് വളരെ നല്ലതാണ്. ഞാൻ എടുത്തു പറയാണ്, ഭക്ഷണമായിട്ടും നമ്മൾ കഴിക്കണം. പോളിഫിനോൾസ് ആൻഡ് ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ചിയാ സീഡിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ്. ഇത് വളരെ വളരെ പ്രധാനമാണ്. അതായത് സ്കിന്നിലുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ഡാമേജസും ഒക്കെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഈ 2 ആൻറ്റി ഓക്സിഡൻസിനും കഴിവുണ്ട്. പോളിഫിനോൾസ് ആൻഡ് ഫ്ലവനോയിഡ്സ്, ഈ 2 ആൻറ്റി ഓക്സിഡൻസും ഫ്രീ റാഡിക്കൽസിനെ തുരത്താൻ അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജസ് റെക്ടിഫൈ ചെയ്യാനുള്ള കഴിവുള്ള കാര്യമാണ്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അത് നമ്മുടെ സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യും. അങ്ങനെ സ്കിൻ സെൽസ് ഡാമേജ്ഡ് ആയാൽ നമ്മുടെ ഏജിങ് പ്രോസസ്സ് വളരെ പെട്ടെന്നായിരിക്കും ആക്സിലറേറ്റ് ചെയ്യും. നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു ഏജ് 40 വയസ്സുള്ളപ്പോൾ 50 ഏജിലേക്കൊക്കെ പോകും. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സൊക്കെ തോന്നിച്ചാൽ കഷ്ടമല്ലേ. അത് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള 2 പ്രധാന ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇപ്പോൾ ചിയാ സീഡ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കിൻ സെൽസൊക്കെ ഡാമേജ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് തന്നെ സാഗിങ് ആകും, ഫൈൻ ലൈൻസ് വരും, റിങ്കിൾസ് വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ് ചിയാ സീഡിലുള്ള. അപ്പോൾ പറയുമ്പോൾ തന്നെ അറിയില്ലേ ചിയാ സീഡ് എത്ര നല്ലൊരു കാര്യമാണ് അല്ലേ, ഭയങ്കര ബെനിഫിഷ്യലാണ് എങ്ങനെ നോക്കിയാലും. അപ്പോൾ ഫ്രീ റാഡിക്കൽസിനെ തുരത്താൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ഹൈഡ്രേഷൻ, അത് മറ്റൊരു പ്രധാന കാര്യം. ഇത് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപാട് വെള്ളം സോക്കപ്പ് ചെയ്യാനുള്ള കഴിവ് ചിയാ സീഡിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല പ്ലംഅപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ചിയാ സീഡ്. അപ്പോൾ ചിയാ സീഡ് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഉള്ളിൽ കഴിക്കുന്നതും മുഖത്തിടുന്നതും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ ഒമേഗ 3യുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫാറ്റി ആസിഡ്സ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സ്കിന്ന് വളരെ സൂത്തൻ ചെയ്യും. സ്കിന്നിനെ ഭയങ്കര എന്തെങ്കിലും അലർജിക് ആണെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് സ്കിന്ന് റെഡിഷ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചെറിയ ഇൻഫ്ലമേഷൻസ്, നീരുകളൊക്കെ വന്നാൽ അതൊക്കെ ഇല്ലാണ്ടാക്കി തരുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലായില്ല ഏകദേശം. അപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ചിയാ സീഡിനെ കാണിച്ചു തരാം. ദിസ് ഇസ് ദി ചിയാ സീഡ്. ദേ പൊടി പോലെ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇറ്റ്സ് വെരി സോഫ്റ്റ് ചെറിയ മുത്തുമണികൾ പോലെ ഇരിക്കുന്ന കാര്യമാണ് ചിയാ സീഡ്. ഓക്കെ, ഈ ചിയാ സീഡിൻ്റെ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം, ഇത് ഭയങ്കരമായിട്ട് കുതിർന്ന് വലുതാവുന്നതാണ്, അതനുസരിച്ചിട്ട് 1-1.5 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണൊക്കെ മതിയാകും, കുറച്ച് പാലൊഴിച്ച് കുതിരാനായിട്ട് വെക്കണം. ഓക്കെ, ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്, കാര്യം അത്ര നമുക്ക് സമയം കളയണ്ടല്ലോ. ഇത് തലേ ദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ഒഴിച്ച് വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ചിയാ സീഡ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് കുതിരാനായിട്ട് വയ്ക്കുന്നു. യെസ്, കാണിച്ചു തരാം. ഓക്കെ, ചിയാ സീഡിലേക്ക് കുറച്ച് പാലൊഴിച്ച് കുതിരാനായിട്ട് വെച്ചു. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദിസ് ഇസ് ദ ചിയാ സീഡ്. ഇത് കണ്ടല്ലോ, ചിയാ സീഡ് കുതിർന്ന് കഴിഞ്ഞിട്ടുള്ള ഫോമിലായി. ഇനി ഇതാണ് നമ്മൾ അരച്ചിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. പാലിൽ കുതിർന്ന ചിയാ സീഡ്. ഓക്കെ, കുതിർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം, പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് റൈസ് ഫ്ലവർ, അരിപ്പൊടി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അരിപ്പൊടി ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും. ഇപ്പോൾ അരിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി, കുഴപ്പമില്ല. ഗോതമ്പ് പൊടിയാകാം, അല്ലെങ്കിൽ കടലമാവാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാം, എന്താണെങ്കിലും. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് റൈസ് ഫ്ലവറാണ്, അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അരച്ചിട്ട് വരട്ടെ. അപ്പോൾ ചിയാ സീഡ് അരച്ച് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ചിയാ സീഡ് നന്നായിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്, പേസ്റ്റാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് നമുക്ക് റെഗുലേറ്റ് ചെയ്യാം, കറക്റ്റാക്കാം. പിന്നെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം ഇടാം.
ഇത് ഇച്ചിരി കൂടുതലുണ്ട്. എനിക്ക് ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൂടി ഇടാൻ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെച്ച് ചെയ്താൽ മതിയാകും. ഇത് ഞാൻ പറഞ്ഞില്ല, കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അത്ര ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്ക് മുഖത്തും കഴുത്തിലും കയ്യിലും കാലിലും എല്ലാം ഇടാം, അത്രയ്ക്കുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അമിനോ ആസിഡ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസുമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും ആയല്ലോ. പിന്നെ അതുപോലെ omega-3 ഫാറ്റി ആസിഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് പിന്നെ ഒരു ഓയിൽ കണ്ടൻറ്റ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഈ ഒരു പാക്ക് ഇട്ടാലും. ഇനി ഇതാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത്. നല്ല വാഷ് ചെയ്ത ഫേസിൽ ഇട്ട് കൊടുക്കുക. ഇത് എൻ്റെ മുഖത്ത് വേറെ മേക്കപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് എനിക്കല്ലെങ്കിൽ തന്നെ ബിബിട്ട് ആര് കഴിക്കുമ്പോൾ പോലും ബിബ് കേട്ടിട്ട് ആളാണ് ഞാൻ. ഇങ്ങനെ അറിയാണ്ട് ഭയങ്കര ക്ലംസിയാണ് ആ കാര്യത്തിൽ. ദിസ് ഇസ് ദ പേസ്റ്റ്. ഇതെല്ലാം എടുത്തിട്ട് ഓക്കെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ള് മുഖത്തിങ്ങനെ ഇട്ട് കൊടുക്കുക. കഴുത്തിലും കൂടി ഇടാൻ ശ്രദ്ധിക്കുക. ഇത്രയും ഭാഗം കവർ ചെയ്യണം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാര്യം എനിക്കത് ബുദ്ധിമുട്ടാണ് വാഷ് ചെയ്യുന്ന സമയത്ത്. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ എഗ് വൈറ്റ് ആണല്ലോ രാവിലെ യൂസ് ചെയ്യണത്. പിന്നെ എഗ് വൈറ്റും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടും ഇടയ്ക്ക് ഇടാറുണ്ട്. പിന്നെ ഇതും ഇടയ്ക്ക് ചെയ്യാം പറ്റുന്ന കാര്യം തന്നെയാണ്. ഇതൊരു സമ്പൂർണ്ണ പാക്കും കൂടിയാണ്, പാക്ക് പോലെ എന്ന് പറയാം. ഇത് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ, എവറി ഡേ. ഞാൻ പറഞ്ഞില്ല, എഗ് വൈറ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യില്ല, അതുപോലെ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റാണ്. ഇത് ഈ ഭാഗത്തോ കൈയുടെ ഈ ഭാഗത്തോ ഇട്ട് നോക്കിയിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാണ് പറയുന്നത്. 12 hours എങ്കിലും, 10 to 12 hours. ഒരു റിയാക്ഷനും ഇല്ലെങ്കിൽ മാത്രം മുഖത്തിടുക. കൂടുതൽ ഇതൊന്നും വലിയ റിയാക്ഷൻ വരാൻ സാധ്യതയില്ല, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് എനിക്കറിയില്ലല്ലോ, അപ്പോൾ എനിക്കിതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ സെൻസിറ്റീവ് സ്കിന്നാണോ എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കി വന്നാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും. എന്നിട്ട് നാളെ യൂസ് ചെയ്യും. നന്നായിട്ട് അടച്ച് വെച്ചാൽ പാക്ക് ഇടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. ഓക്കെ, ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാം ഡ്രൈ ആയി. ഇനി ഇതിൽ നിന്നും നമ്മളിത് ഇനി ഇങ്ങനെ ഇളക്കി വൃത്തിയാക്കി എടുക്കാം. ഓക്കെ, വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റായി കിട്ടും സ്കിന്ന്. പറ്റുന്നിടത്തോളം അപ്വേർഡ് മൂവ്മെൻറ്റ്സ് തന്നെ കൊടുക്കുക. ഇതിൽ വെള്ളമാണ് കേട്ടോ, ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കഴുത്തിൻ്റെ അടിയിൽ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഈ ചിന്നിൻ്റെ അടിഭാഗത്ത് മാത്രം. മൂപ്പത്തി ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം, ഈ ഭാഗം കുറച്ച് സെൻസിറ്റീവാണ്. അല്ലെങ്കിൽ
ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എവ്രി ഡേ നല്ല സ്കിൻ ടൈറ്റ് ആകാനും സാഗിങ് ഇല്ലാണ്ടാകാനും എല്ലാം സഹായിക്കും. മുകളിലേക്ക് എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ മസിലിൻ്റെ നമ്മുടെ ഫേസ് മസിൽ ഈ രീതിയിലാണ് എന്താ പറയുക ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റായി, താഴേക്ക് വരില്ല. താഴേക്ക് വരുന്നൊരു സമയം ഉണ്ടാകും, പക്ഷെ വളരെ പതുക്കെ വരുള്ളൂ. സാധാരണഗതിയിൽ പെട്ടെന്നൊന്നും സാഗാവില്ല. ഇതിങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇങ്ങനത്തെ കാര്യങ്ങൾ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഓൾമോസ്റ്റ്. അപ്പോൾ ഈ വെള്ളം എല്ലാം അഴുക്കായി. ഇനി ഒരു പാത്രത്തിലും കൂടി വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഉപയോഗിക്കാം. നെക്സ്റ്റ് വാട്ടർ എടുത്തിട്ടുണ്ട്, കൂടെ ഒരു കണ്ണാടി കൂടി എടുത്തു, എനിക്ക് കുറച്ചുകൂടെ കാണാമല്ലോ. ഓക്കെ, ക്ലോസിൽ കാണാം. ഭയങ്കര മാറ്റം. ഓക്കെ, എൻ്റെ കുറേ ഭാഗമൊക്കെ നല്ല പിങ്കിഷായി. ഇവിടെ എല്ലാം കുറച്ച് നല്ല, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇവിടെ എല്ലാം നല്ലൊരു പിങ്കായി. കംപ്ലീറ്റ് പിഗ്മെൻറ്റേഷൻ പോലെയുള്ള ഡാർക്ക്നെസ് എല്ലാം പോയി. കുറച്ചുകൂടി ഒരു കളർ കുറച്ചുകൂടി കൂടിയതുപോലെ ഉണ്ട്. ചെറിയൊരു പിങ്കിഷ് ഇതിലേക്ക് വന്നു. അത് ശരി, നല്ല ഗ്ലോ ആയി കഴിഞ്ഞു. സോഫ്റ്റ്, ഗ്ലോയിങ്, ടൈറ്റൻഡ്. ഒരു ദിവസം കൊണ്ടൊന്നും ടൈറ്റ് ആവില്ല, പക്ഷേ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര സാഗിങ് ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്കിന്നിൽ ആ സാഗിനെസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Okay, this is enough. കാണുന്നുണ്ടല്ലോ മാറ്റം, നല്ല മാറ്റമില്ലേ? ഓക്കെ, ഇത് എവ്രി ഡേ ചെയ്യാനുള്ളതാണ്. ഇത് എന്തിനാണെന്നറിയാലോ, സ്കിൻ ടൈറ്റൻഡ് ആകാനും സാഗിങ് ഉണ്ടാകാതിരിക്കാനും ഫൈൻ ലൈൻസും പിന്നെ എന്താ റിങ്കിൾസൊന്നും വരാണ്ടിരിക്കാനുമാണ്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്. നമ്മൾ എഗ് വൈറ്റ് ഇടുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി. എഗ് വൈറ്റ് ഇടുന്നവരെ ഇത് ചെയ്യണമെന്നില്ല. എഗ് വൈറ്റ് എല്ലാ ദിവസവും ഇടുക. ഇടയ്ക്കൊക്കെ എഗ് വൈറ്റിനോട് റൈസ് ഫ്ലവറും കൂടി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇടുക. ആഴ്ചയിൽ 1-2 ദിവസം, ബാക്കി ദിവസമൊക്കെ വെറുതെ ഇടുക. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇത് എല്ലാ ദിവസവും ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യും. ഓക്കെ, നല്ലതാണ്. പിന്നെ കടലമാവ് വേണമെങ്കിലും ചെയ്യാം. കടലമാവിനും സ്കിൻ ടൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് വലിഞ്ഞു പിടിക്കും. കടൽമാവ് നല്ലതാണ്, അതിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു റെമഡിയാണ്. നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. ഇത് നോക്കൂ, നല്ലതായിട്ട് മുഖം കുറച്ചുകൂടെ ഒരു ബ്ലഷ് ആകും. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല പ്ലംബപ്പായി ഇരിക്കും, നല്ല ഹൈഡ്രേറ്റഡ് ആകും, മോയ്സ്ചറൈസ്ഡ് ആകും. ഒന്നും പേടിക്കണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു മോയ്സ്ചറൈസർ ഒരെണ്ണം, ദാറ്റ് ഈസ് ഒരു മോയ്സ്ചറൈസർ എന്നുള്ള നിലയ്ക്ക് ഒരു നൈറ്റ് ക്രീം കാണിച്ചു തരാമെന്ന് വിചാരിക്കണം. നൈറ്റ് ക്രീം രാത്രി ഉറങ്ങുമ്പോൾ ഇടാനുള്ളത്. ഇപ്പോൾ പലതരം വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള വാങ്ങാൻ കിട്ടും. ഞാൻ തന്നെ വേറെയും കാണിച്ചിട്ടുണ്ടല്ലോ, റിജുവിനേറ്റ് എല്ലാം. ചിലർക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. പറ്റാത്തവർക്കായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 ക്രീംസ് ഞാൻ വേറെയും കാണിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിലെല്ലാം എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം ഞാൻ ഇനി കാണിച്ചു തരാം. ഓക്കെ, അത് മാത്രം ഇട്ടുകൊണ്ട് കിടന്നാൽ മതി രാത്രി ഉറങ്ങുമ്പോൾ. ഞാനതിപ്പോൾ പുതിയതായിട്ടത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഞാനത് ഇടുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ കണ്ണാടിയും കൂടി വെക്കട്ടെ. യെസ്, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിലേക്ക് വരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു.